നേതാജി സുഭാഷ് ചന്ദ്രബോസിൻ്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട് നിരവധി തിയറികളുണ്ട്. അതിൽ ഏറ്റവും സജീവമായിട്ടുള്ള 3 തിയറികളാണ്. അതിലൊന്നാമത്തേത് അദ്ദേഹം 1945 ഓഗസ്റ്റ് മാസം 18-ാം തീയതി തെയ്ഹോക്കു വിമാനത്താവളത്തിലുണ്ടായ വിമാനാപകടത്തിൽ കൊല്ലപ്പെട്ടു എന്നതാണ്. രണ്ടാമത്തേത് അദ്ദേഹം അവിടെ നിന്ന് രക്ഷപ്പെട്ടിരുന്നു, വിമാനാപകടം ഉണ്ടായില്ല, മറിച്ച് അദ്ദേഹം റഷ്യയിൽ എത്തിച്ചേരുകയാണ്. പിന്നീട് അവിടെ ഒരു പ്രൊട്ടക്റ്റീവ് പ്രിസണറായി കിടന്നതിന് ശേഷം അദ്ദേഹത്തിനെ സ്റ്റാലിൻ ഭരണകൂടം അവിടെ വെച്ച് ഇല്ലായ്മ ചെയ്തു എന്നുള്ളതാണ് രണ്ടാമത്തെ തിയറി. മൂന്നാമത്തെ തിയറി, ഇതിൽ രണ്ടിൽ നിന്നും അദ്ദേഹം സർവൈവ് ചെയ്തതിന് ശേഷം പിന്നീട് ഇന്ത്യയിലേക്ക് തിരിച്ചു വരികയും ഇവിടെ ഒരു സന്യാസിയായി അദ്ദേഹം ശിഷ്ടകാലം ജീവിച്ച് മരിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. ഇന്ന് ലഭ്യമായിട്ടുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ, ചരിത്രപരമായിട്ടുള്ള രേഖകളുടെ അടിസ്ഥാനത്തിൽ ഇതിൽ മൂന്നാമത്തെ പോസിബിലിറ്റിയാണ് ഏറ്റവും പ്രധാനം എന്ന് നമുക്ക് കാണാൻ കഴിയും. ഒരുപക്ഷെ നമ്മുടെ സർക്കാരുകൾക്കെല്ലാം അതിനെപ്പറ്റി കൃത്യമായ ധാരണയുള്ളതുകൊണ്ട് തന്നെ അദ്ദേഹവുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊന്നും തന്നെ പുറത്തേക്ക് കൊണ്ടുവരാനായിട്ട് സർക്കാരുകൾ ഇതുവരെ ശ്രമിച്ചിരുന്നില്ല. ഭാഗികമെങ്കിലും വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു നിലപാടുണ്ടായത് നരേന്ദ്രമോദി സർക്കാർ, ഒന്നാം നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമാണ്. ഡീക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു കാര്യം സ്റ്റാർട്ട് ചെയ്തു. അതിൻ്റെ ഫലമായിട്ട് ഏതാണ്ട് 1000-ലധികം ഡോക്യുമെൻറ്റുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പരിശോധിച്ചാൽ നേതാജി തെയ്ഹോക്കു വിമാനത്താവളത്തിലെ ഒരു അപകടത്തിൽ മരണപ്പെട്ടിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാകും. അതുമായി ബന്ധപ്പെട്ട് അതിനെ തെളിയിക്കുന്ന ഒരു രേഖയും ഇതിലൊന്നും തന്നെ ഇല്ല. അതേപോലെ തന്നെ അദ്ദേഹം റഷ്യയിൽ മരിച്ചു എന്ന് പറയുന്ന കാര്യവും അതിനും പ്രത്യേകമായിട്ട് യാതൊരു വിധത്തിലുള്ള തെളിവുകളുമില്ല എന്ന് മനസ്സിലാക്കും. അങ്ങനെയെങ്കിൽ പിന്നീട് അവശേഷിക്കുന്ന ഒരു തിയറിയുണ്ട്. ആ തിയറിക്ക് ബലം നൽകുന്ന നിരവധി കാര്യങ്ങളുണ്ട്. അത് ഭഗവാൻജി എന്ന പേരിൽ അദ്ദേഹം ഉത്തർപ്രദേശിലെ ഫൈസാബാദിൽ താമസിച്ചിരുന്നുവെന്നും 1985 സെപ്റ്റംബർ മാസത്തിൽ അദ്ദേഹം അവിടെ വെച്ച് മരിച്ചു എന്നുള്ളതുമാണ്. ഭഗവാൻജി എന്നാണ് അദ്ദേഹത്തിനെ അടുപ്പമുള്ള ആൾക്കാർ വിളിച്ചിരുന്നത്. എന്നാൽ അദ്ദേഹം അറിയപ്പെട്ടിരുന്നത് കൂടുതൽ പ്രശസ്തനായത് മരണശേഷം ഗുംനാമി ബാബ അഥവാ നാമമില്ലാത്ത സന്യാസി എന്ന പേരിലാണ്. അദ്ദേഹത്തിൻ്റെ മരണം തന്നെ വലിയ വിവാദമായിരുന്നു. അദ്ദേഹം മരിച്ചപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ചില പത്രപ്രവർത്തകരാണ് ഇത് സുഭാഷ് ചന്ദ്രബോസ് രഹസ്യമായി കഴിയുകയായിരുന്നു എന്നുള്ള ഒരു വാർത്ത പ്രചരിപ്പിക്കുന്നത്. അതിൻ്റെ ഭാഗമായി സുഭാഷ് ചന്ദ്രബോസിൻ്റെ സഹോദരൻ്റെ പുത്രി കൽക്കട്ടയിൽ നിന്ന് ഫൈസാബാദിൽ എത്തുകയും അവർ ഈ സന്യാസി ഉപയോഗിച്ചിരുന്ന വസ്തുക്കളെല്ലാം തന്നെ പരിശോധിക്കുന്ന സമയത്ത് അതെല്ലാം തന്നെ സുഭാഷ് ചന്ദ്രബോസിൻ്റെയും തൻ്റെ കുടുംബത്തിലെയും വസ്തുക്കളാണ് എന്നൊക്കെ മനസ്സിലാക്കിയതിൻ്റെ ശേഷം കോടതിയിൽ ഒരു കേസ് കൊടുക്കുകയും ചെയ്തു. പിന്നീട് ആ കേസിൽ വിധി വരുന്നത് 2013-ലാണ്. അപ്പോൾ എത്രയോ വർഷങ്ങൾ അതിനകം നഷ്ടപ്പെട്ടു പോയിരുന്നു. ഇതിനിടയ്ക്ക് ഈ ഇദ്ദേഹത്തിൻ്റെ അനന്തരവളുടെ മരണവുമൊക്കെ സംഭവിച്ചു. പിന്നീട് ആ കേസിൽ അദ്ദേഹത്തിന് അവസാന സമയത്ത് വീട് താമസിക്കാനായി നൽകിയിരുന്ന ഒരു ലാൻഡ് ഓണർ ആ കേസിലേക്ക് ജോയിൻ ചെയ്യുന്നു. ഞാൻ ഉൾപ്പെടുന്ന മിഷൻ നേതാജി എന്ന അന്വേഷണ സംഘം അദ്ദേഹവുമായി സഹകരിക്കുന്നു. അങ്ങനെ കുറേയധികം ഇൻഫർമേഷൻ അവിടെ കൊടുത്ത് എസ്റ്റാബ്ലിഷ് ചെയ്തതിൻ്റെ പേരിലാണ് 2013 അലഹബാദ് ഹൈക്കോടതിയുടെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു ഉത്തരവുണ്ടാകുന്നത്. ആ ഉത്തരവിൽ ഞങ്ങളുടെ റിസർച്ചിനെ പറ്റി വളരെ കൃത്യമായി കോടതി പരാമർശിക്കുന്നുണ്ട്, ഞങ്ങളെ ശ്ലാഘിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി കോടതി തന്നെ കണ്ടെത്തിയിരിക്കുന്നത് പ്രഥമദൃഷ്ട്യ ആ സന്യാസി സുഭാഷ് ചന്ദ്രബോസ് ആണ് എന്ന് നമുക്ക് അറിയാം, അങ്ങനെയാണ് തോന്നുന്നത്. അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണങ്ങൾ ഉണ്ടാകണം എന്നാണ്. എന്നാൽ പിന്നീട് അന്വേഷണങ്ങൾ ഉണ്ടായിരുന്നു എങ്കിൽ പോലും അതൊന്നും തന്നെ കൺക്ലൂഷനിലേക്ക് എത്തിയില്ല. അതല്ല എങ്കിൽ ആത്മാർത്ഥമായിട്ടുള്ള ഒരു ശ്രമം അഡ്മിനിസ്ട്രേഷൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചു എന്നുള്ളത് ഇപ്പോഴും ഒരു മിസ്റ്ററിയായിട്ട് തന്നെ തുടരുകയാണ്. ഒരുപക്ഷെ നേതാജി മിസ്റ്ററി എന്ന പേരിൽ തന്നെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളോടും പ്രാധാന്യം അദ്ദേഹത്തിൻ്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കും കോൺസ്പിറസി തിയറികൾക്കും ഒക്കെ ഉണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. എന്തായാലും ലഭ്യമായിട്ടുള്ള വിവരങ്ങൾ നമ്മളോട് സൂചിപ്പിക്കുന്നത് അദ്ദേഹം ഒരു സന്യാസിയായി ജീവിച്ചു മരിച്ചു എന്ന് തന്നെയാണ്. പക്ഷേ അങ്ങനെയെങ്കിൽ ഏത് സാഹചര്യത്തിലാണ് അദ്ദേഹം സന്യാസിയായത്, രഹസ്യമായി കഴിയുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയായിരുന്നു, അദ്ദേഹം രാജ്യത്തിന് പുറത്തേക്ക് പോയിട്ടുണ്ടോ, തിരികെ വന്നിട്ടുണ്ടോ, ഈ കാര്യങ്ങളെല്ലാം തന്നെ അന്വേഷിക്കുന്നത് കൗതുകകരമായിരിക്കും. നമ്മുടെ രഹസ്യാന്വേഷണ ഏജൻസികളൊക്കെ തന്നെ ഈ സന്യാസിയെ എങ്ങനെയാണ് കണ്ടിരുന്നത് എന്നതുമായി ബന്ധപ്പെട്ട രേഖകൾ ഇപ്പോഴും രഹസ്യമായി തന്നെയാണ് കേന്ദ്ര സർക്കാർ സൂക്ഷിച്ചിരിക്കുന്നത്. ഈ വിവരങ്ങളെല്ലാം തന്നെ പുറത്തു വരികയാണ് എങ്കിൽ, ശാസ്ത്രീയമായിട്ടുള്ള പല പരിശോധനകളും കൂടി നടക്കുകയുമാണ് എങ്കിൽ, ഒരു പക്ഷേ ഗുംനാമി ബാബ അല്ലെങ്കിൽ ഭഗവാൻജി എന്ന സന്യാസി സുഭാഷ് ചന്ദ്രബോസ് തന്നെ ആയിരുന്നു എന്നുള്ള ഒരു വാദത്തിന് കൂടുതൽ ബലം നൽകുന്നതായിരിക്കും. എന്തായാലും അദ്ദേഹം മറ്റൊരു മാർഗ്ഗത്തിൽ മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തെളിവുകൾ ഉണ്ടാകണം. അങ്ങനെയുള്ള യാതൊരു വിധത്തിലുള്ള തെളിവുകളുമില്ല. വിമാന അപകടമെല്ലാം തന്നെ കെട്ടിച്ചമച്ചതാണ് എന്ന് ഇതിനോടകം തന്നെ ബോധ്യമായിട്ടുള്ള കാര്യമാണ്. നമ്മുടെ കേന്ദ്ര സർക്കാർ തന്നെ നിയമിച്ചിരുന്ന ജസ്റ്റിസ് മനോജ് കുമാർ മുഖർജി കമ്മീഷൻ 2006 തന്നെ ഈ വിമാന അപകട വാർത്ത എന്നത് വ്യാജമാണ് എന്ന് കണ്ടെത്തിയിരുന്നതുമാണ്. അതുകൊണ്ട് തന്നെ ഗുംനാമി ബാബ എന്നുള്ള ഒരു ആംഗിൾ കൂടുതലായിട്ട് പരിശോധിക്കപ്പെടേണ്ടതാണ്. അത് കൂടുതലായിട്ട് പരിശോധിക്കപ്പെടും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അത് ചെയ്യാനായിട്ട് വളരെ ആർജവമുള്ള ഒരു കേന്ദ്ര സർക്കാരിനെയാണ് ആവശ്യം. അങ്ങനെയുള്ള ഒരു കേന്ദ്ര സർക്കാർ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവരുടെ ഒരു ടെന്യൂറിന് ശേഷം ഇത് വീണ്ടും നേതാജി മിസ്റ്ററി എന്ന പേരിൽ തുടരാൻ പാടില്ല എന്നുള്ളതാണ് വ്യക്തിപരമായിട്ടുള്ള എൻ്റെ അഭിപ്രായം.